കരവികലം എന്ന് പറയുമ്പോൾ നമ്മൾ സാഹിത്യമായാലും നാടകമായാലും സിനിമയായാലും ഞങ്ങൾക്ക് പറഞ്ഞത് ചില സിനിമകളും ചില ടെലിവിഷൻ പരിപാടികളും ചില സാഹിത്യ കൃതികളും ഒക്കെ എൻഡോസൾഫാനെ പോലെ മാരകമാണ് സമൂഹത്തിനെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അതിനകത്ത് ചില സിനിമകളും ഉൾപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് വർത്തമാനകാലത്ത് വരുന്ന ചില സിനിമകളെ കുറിച്ചൊക്കെ വല്ലാത്ത ഒരു ആശങ്കയുള്ള ഒരാളാണ് ഞാൻ. പല സിനിമകളും നമ്മൾ മനുഷ്യരിലെ ഹിംസാത്മകതകളെ മുഴുവൻ ഉണർത്തുന്ന, മനുഷ്യനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വന്യതയെയും മൃഗീയ വാസനകളെയും ഉണർത്തുന്ന, കൊലപാതകങ്ങളൊക്കെ വല്ലാത്ത ക്രൂര വിനോദങ്ങളായി ആഘോഷിക്കുന്ന സിനിമകൾ, സമകാലീന സിനിമകളെ കുറിച്ച് ചിലതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ഒരു അപകടകരമായ രീതിയിൽ പോവുകയാണ്. പക്ഷെ ഇവിടെ നമുക്ക് സെൻസറിങ് സംവിധാനമുണ്ട് എന്നുള്ളതാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ആശ്വാസകരമായ ഒരു കാര്യം. ഇതിനെയൊക്കെ നിരീക്ഷിക്കാൻ, കൃത്യമായി വിലയിരുത്തലുകൾ നടത്താൻ, അതിന്റെ മേൽ ചില നിയന്ത്രണങ്ങൾ വരുത്താൻ, ചില തിരുത്തലുകൾ നിർദ്ദേശിക്കാൻ ഒക്കെയുള്ള സംവിധാനങ്ങൾ ഉള്ളപ്പോ, സെൻസറിങ് സംവിധാനങ്ങൾ ഉള്ളപ്പോൾ തന്നെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ക്രൂരതയുടെയും പൈശാചികതയും ഒക്കെ ബീഭത്സമായ ദൃശ്യങ്ങളൊക്കെ അതിന്റെ പുതിയ പുതിയ ആവിഷ്കരണ രീതികൾ പരീക്ഷിക്കുന്നതിൽ കൗതുകം കണ്ടെത്തുന്ന പുതിയ ചലച്ചിത്ര പ്രവർത്തകരെ കുറിച്ചും കൂടിയൊക്കെയാണ് ഞാൻ പറയുന്നത്. അതെങ്ങനെയാണ് ഈ സംവിധാനങ്ങളെ, സെൻസറിങ് സംവിധാനങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് ഇത്തരം ചില കലയുടെ പേരിൽ വരുന്ന സൃഷ്ടികൾ എങ്ങനെയാണ് പ്രദർശനാനുമതി നേടിയെടുക്കുന്നത് എന്നത് തന്നെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അവിടെ അങ്ങനെ ഒരു സംവിധാനമുണ്ട് എന്നുള്ളതാണ് ആശ്വാസം, ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ടെലിവിഷൻ കാര്യത്തിൽ അത്തരം സെൻസറിങ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ അത് സൃഷ്ടിക്കുന്നവർ തികഞ്ഞ ഉത്തരവാദിത്വം പാലിക്കേണ്ടതുണ്ട്, തികഞ്ഞ ഔചിത്യം പാലിക്കേണ്ടതുണ്ട്. സിനിമ അത് തിയേറ്ററുകളെ ഉദ്ദേശിച്ചുകൊണ്ട് ആണ് എന്നുള്ളത് കൊണ്ടും കൂടിയൊക്കെയാണ് സിനിമയെ കുറിച്ച് അധികം ചർച്ചകൾ നടക്കാത്തത്. പക്ഷെ ടെലിവിഷൻ കാര്യത്തിൽ അതല്ല. അത് നമ്മുടെ സ്വീകരണ മുറികളിലേക്ക് ഇങ്ങോട്ട് നമ്മുടെ പോലും അനുവാദം കാത്തു നിൽക്കാതെ കടന്നു വരികയാണ്. അപ്പൊ അവിടെ അതിന്റെ സൃഷ്ടിതാക്കൾ വലിയ ഉത്തരവാദിത്വം പാലിക്കേണ്ടതുണ്ട്. അതൊക്കെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. കലയെന്ന് പറയുന്നത് കൈകാര്യം ചെയ്യുന്നത് ഒരു വലിയ ജനസമൂഹത്തെയാണ്. അതുകൊണ്ട് തന്നെ കലാപ്രവർത്തനം, കലാകാരൻ, കലാസൃഷ്ടി അതൊന്ന് പാളിപ്പോയാൽ അതൊരു വലിയ ജനതയെ മുഴുവൻ അപജയത്തിലേക്ക് നയിക്കുമെന്ന തിരിച്ചറിവ് കൂടി അത് കൈകാര്യം ചെയ്യുന്നവർക്കുണ്ടാകേണ്ടതുണ്ട്. കലയിലൂടെ എന്തെങ്കിലും ഒരു സന്ദേശം നൽകണമെന്നൊന്നും ഞാൻ അഭിപ്രായപ്പെടില്ല. കലയിലൂടെ എന്തെങ്കിലും സന്ദേശം നൽകിയില്ല എങ്കിൽ പോലും അപകടമൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും ഒരു സന്ദേശം നൽകുന്നു എങ്കിൽ ആ സന്ദേശം അത് മനുഷ്യന്റെ നന്മയെ ലക്ഷ്യമുള്ളതാകണം, മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമാകണം. അത് മനുഷ്യനെ ഒരു പുരോഗമന സമൂഹമായി രൂപപ്പെടുത്തുന്നതിന് പങ്കുവഹിക്കുന്നതാകണം. അതൊരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാകണം. അതൊരു മാനവികതയുടെ ചിന്ത പുലർത്തുന്നതാകണം. ഒരു തെറ്റായ സന്ദേശം ഒരു കലാസൃഷ്ടിയിലൂടെയും ഈ സമൂഹത്തിന് കൊടുക്കരുത് എന്നുള്ള അഭിപ്രായം, വ്യക്തമായ കൃത്യമായ നിലപാടും അഭിപ്രായവുമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ചലച്ചിത്ര അക്കാദമിക്കും അത്തരം കാര്യത്തിൽ കൃത്യമായ നിലപാടുകളുണ്ട്. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. മനുഷ്യന്റെ മനസ്സുകളെ വിപുലീകരിക്കാൻ, സംസ്കരിച്ച് അവരെ സംസ്കാരചിത്തനായ നല്ല മനുഷ്യനാക്കി നന്മയും കാരുണ്യവും സഹജീവി സ്നേഹവും മാനവികതയുടെ ഉയർന്ന ചിന്തകളുമുള്ള നല്ല മനുഷ്യരായി രൂപാന്തരപ്പെടുത്തുക കൂടി കലകളുടെ ലക്ഷ്യമാണ് എന്ന തിരിച്ചറിഞ്ഞുകൊണ്ടതാകണം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ആകേണ്ടത്. നമുക്കിവിടെ പ്രതിഭാ ദാരിദ്ര്യമൊന്നുമില്ല. ഒരുപാട് മഹാപ്രതിഭകൾ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണിത്. ടെലിവിഷൻ മേഖലയായിക്കോട്ടെ, സിനിമ മേഖലയായിക്കോട്ടെ, ഏറ്റവും മികച്ച സാങ്കേതിക വിദഗ്ധർ നമുക്കുണ്ട്, ഏറ്റവും മികച്ച സംവിധായകരുണ്ട്, ഏറ്റവും മികച്ച തിരക്കഥാകൃത്തുകൾ, നല്ല സീരിയലുകൾ നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിർമ്മാതാക്കൾ നമുക്കുണ്ട്. അത്ഭുതകരമായ പ്രകടനത്തിന് സാധ്യതയുള്ള അപാര റേഞ്ചുള്ള നടീനടന്മാർ നമുക്കുണ്ട്. വലിയ വിസ്മയങ്ങൾ തീർക്കാൻ നമുക്കാകും. നമ്മുടെ സിനിമയൊക്കെ ലോക നിലവാരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളവരാണ് നമ്മൾ. അങ്ങനെയുള്ള മഹാപ്രതിഭകളുള്ള ഒരിടം എന്തുകൊണ്ട് ഇങ്ങനെ ജീർണിച്ചു പോകുന്നു? ഇവിടെ ചില വിട്ടുവീഴ്ചകൾക്ക് നമ്മുടെ പ്രതിഭകൾ വിധേയരാകേണ്ടി വരുന്നു എന്നുള്ളതാണ് പ്രശ്നം.